വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സൂപ്പർ ഈസി റെസിപ്പി ആയിട്ടാണ്. ചൈനീസ് ഫുഡിൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ചില്ലി ചിക്കൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് നന്നായിട്ട് കുമിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ്. ചൈനീസ് വിഭവമാകുമ്പോൾ നമ്മൾ സോസ് എന്തായാലും ചേർക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, സോയാ സോസിൽ ഉപ്പുണ്ടാവും. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് കണക്കാക്കിയിട്ട് മാത്രം ഇടുക. സാധാ മുളക് പൊടിയാണ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി വേണ്ടി വരില്ല, ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇടുക. ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചിക്കനിൽ തേച്ചിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കന് ഇതുപോലെ ഉള്ള ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി ഊറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാരിനേഷനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രേ ഇതിൻ്റെ മാരിനേഷൻ വരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു മാരിനേഷനാണ്. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഞാനിപ്പം ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്, കാരണം നമ്മുടെ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ആ ഒരു കോക്കനട്ട് ഫ്ലേവർ വരും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ആ മാവോട് കൂടി തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇതിലേക്ക് ഇടുക. ഞാനിപ്പം 2 ബാച്ചായിട്ടാണ് ഇത് പൊരിച്ചിട്ടെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലാക്കിയിട്ട് എടുത്താൽ മതി. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിക്കും പഫപ്പായിട്ട് കിട്ടില്ല. ഈ മാവിൻ്റെ കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് വലുതായിട്ട് വരും ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചെറിയ പീസസാണ്, എല്ലില്ലാത്ത പീസസാണ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ പീസസും ഞാൻ ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നമ്മൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യാം. ഒരു വായ്വട്ടമുള്ള വോക്ക് പാനോ ഫ്രൈ പാനോ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയതും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ വോക്ക് പാൻ അല്ലെങ്കിൽ ഫ്രൈ പാൻ കുലുക്കിയിട്ടാണ് സാധാരണ ചൈനീസ് കുക്ക് ചെയ്യുക. ഒരുപാട് നേരം നമ്മൾ ചൈനീസ് ഫുഡുകൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 2 സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഉള്ളിത്തണ്ടില്ലേ, അതെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ വൈറ്റ് ബൾബ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പം ചേർക്കുന്നുണ്ട്. ഗ്രീൻ പോർഷൻ നമ്മൾ ലാസ്റ്റിലാണ് ചേർക്കുക. അതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉള്ളി ഇതുപോലെ വലിയ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. നിങ്ങളിപ്പോൾ ഒരൊറ്റ കളർ ക്യാപ്സിക്കം ചേർക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഫുൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 കളറുള്ള ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാപ്സിക്കത്തിൻ്റെ മേലെ നിന്ന് 1/4 ഭാഗം വെച്ചിട്ട് എടുത്തിട്ടാണ് ഉള്ളത്. അതും ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 2 പച്ചമുളകും കൂടെ വലുതാക്കിയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ഇത് കുറച്ച് ക്രഞ്ചി ആയിട്ട് ഫ്രഷ് ആയിട്ട് കടിക്കാൻ കിട്ടുന്ന പാകത്ത് തന്നെ ഉണ്ടാവണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ടോസ് ചെയ്താൽ മതി. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് ഹോട്ട് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസാണ്, അതും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക.
ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുവരെ ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് വെക്കുക. മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വെച്ചാൽ മതി. സാധാരണ ചൈനീസ് ഫുഡൊക്കെ മീഡിയം ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുക. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സോസും ഉള്ളിയും ഒക്കെ നന്നായിട്ട് ഈ ചിക്കൻ പീസസിൽ കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഞാനിതിലിപ്പം പ്രത്യേകിച്ച് ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ഒഴിച്ചിട്ടുള്ള സോസിലൊക്കെ ഉപ്പുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടുതലായിപ്പോവും. ചില സോയാ സോസിലൊക്കെ നല്ല ഉപ്പുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത്രയുള്ള പരിപാടി. നല്ല കിഡിലനായിട്ടുള്ള ഡ്രൈ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചില്ലി ചിക്കൻ സെർവ് ചെയ്യുന്നുണ്ട്. ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പം തന്നെ ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ്റെ പോർഷനും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് മേലെ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫുഡ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്തിട്ട് ഉണ്ടാക്കുക. പക്ഷേ പൊതുവെ സോസൊക്കെ ഒഴിച്ചാൽ തന്നെ ആ ഒരു ഫുഡ് കളർ നോർമലായിട്ട് അതിൽ വരും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചില്ലി ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.